ഹലോ, സമയം ഇപ്പോൾ ഒരു 4 മണി ആയിട്ടുണ്ടാവും കേട്ടോ, ഈവനിങ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോയിട്ടോ. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ ടൈം കിട്ടിയിട്ടില്ല, അപ്പോൾ വൈകുന്നേരമാണ് ഇന്ന് അമ്പലത്തിൽ പോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും, ധനുമാസത്തിലെ തിരുവാതിരയാണ്, ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ രാവിലെ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്, എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വ്രതം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ രാത്രി പോയപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു. അമ്പലത്തിലാണെങ്കിൽ കാല് കുത്താൻ പറ്റാത്ത അത്രയും തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ അമ്പലം ചുറ്റും ഇങ്ങനെ വിളക്കൊക്കെ വെച്ച് അടിപൊളിയെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അവിടെ തിരുവാതിരക്കളിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അമ്പലത്തിൽ നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ തൃശ്ശൂർ കുറച്ചായിരുന്നു ഞങ്ങളൊന്ന് കറങ്ങി കേട്ടോ. 9:30 ഹോസ്റ്റലിൽ കയറേണ്ടത്, അപ്പോൾ അതുവരെ ഒന്ന് കറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗുരുവായൂരൻസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അവിടെ പോയിട്ട് ഒരു പാനിപ്പൂരി കഴിച്ചു ആദ്യം, പിന്നെ ഒരു മസാല ദോശ മിൻറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഫോണൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫോണിന് ഒരു ചെറിയ മൈക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഫോട്ടോസൊന്നും എടുത്തില്ല. ഞാൻ സ്റ്റുഡിയോയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ എത്തിയിട്ട് ഇത് പേരൊക്കെ കഴിച്ചു. ദെൻ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, നമ്മുടെ സൺഡേ ഒരു മോർണിംഗ് ഉള്ള സംഭവമാണ്. രാവിലെ ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ എണീറ്റ ഉടനെ തന്നെ ഞാൻ പോയിട്ട് ഇത്തിരി ചൂടുവെള്ളം കുടിച്ചു. അതിന് ശേഷം ഇന്ന് മസാല ദോശയായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ചായ, അങ്ങനെ ചായ കുടിക്കാറില്ല. ഇപ്പോൾ ഈ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇപ്പോൾ ചായ കുടിക്കാൻ ഭയങ്കര ക്രേവിങ്സാണ്. അപ്പോൾ കുറച്ച് ചായ, ആ ഒരു കപ്പിൽ കാൽ പാകി ഞാൻ ചായ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ടേബിളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചധികം വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട്, ആ ഒരു ക്ലീൻനെസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രൊഡക്റ്റീവ് മൈൻഡ് വരും, അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇന്നലെ എഴുതി വെച്ച് ടു ഡു ലിസ്റ്റ് മാറ്റിയിട്ട് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നുള്ളത് ഞാനൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഇതൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എത്ര ദിവസം ചെയ്തുകൊണ്ട് എനിക്ക് ഈ ഒരു 3 to 4 ഡേയ്സാണ് ഞാനിപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ലതാണ് ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ചെയ്തുമ്പോൾ. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പം തന്നെ ഒരു മോട്ടിവേഷനാണ് കേട്ടോ. എന്താണെന്ന് അതിലൊരു പ്രത്യേക മോട്ടിവേഷനാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം കെറ്റിൽ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ കൊടുക്കുമായിരുന്നു. അപ്പോൾ രാവിലെ ആയിരുന്നു ഗ്രീൻ ടീ കുടിക്കുന്നത്. രാവിലെ കുടിക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഗ്രീൻ ടീ കുടിക്കുക എന്നുള്ളത്. പിന്നെ കുറച്ച് ഒരു ലൈറ്റ് എക്സസൈസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇന്ന് എനിക്ക് ലൈറ്റായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കിയിട്ട് അതിൽ ടീ ബാഗ് മുക്കിയിട്ട് വെച്ചിരിക്കുകയാണ് 2 minutes. അങ്ങനെ നമ്മൾ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിട്ട് മൂവിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ കേട്ടോ. മോർണിംഗ് ഷോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് 11 മണിയുടെ. ഇന്നലെ പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ നമുക്ക് ഇന്നലെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഷോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കറക്റ്റ് 11 മണിയുടെ ഷോന് 10:58 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് നടന്നിട്ട്, ഇവിടെ അടുത്ത് തന്നെയാണ് തിയേറ്റർ, ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെ പെട്ടെന്ന് നടന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. നിങ്ങൾ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര ഒരു ഫീലിംഗ് ഹുഡ് മൂവിയാണ്. അപ്പോൾ നിവിൻ പോളിയുടെ ഒരു തിരിച്ചു വരവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അടിപൊളി മൂവിയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള മൂവി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സർവമായ എന്ന് പറയുന്ന മൂവിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല മൂവിയായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ പോപ്കോണും അതേപോലത്തെ ഐസ്ക്രീമും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് സാധനങ്ങൾ മേടിച്ച് വരുമ്പോൾ തന്നെ മൂവി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദെൻ അത് മൂവി കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ഇന്ന് ചിക്കൻ ഫ്രൈയും മോരുകറിയും പിന്നെ ഒരു തോരനും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് മുന്തിരിയും പിന്നെ ഈ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളവിടെ നൊങ്ങ് എന്നാണ് പറയുക. നിങ്ങളവിടെ എന്താ പറയുക എനിക്കറിയില്ല. പലയിടത്തും പല പേരാണ് തോന്നുന്നത്. നൊങ്ങെന്നാണ് ഞങ്ങളോട് പറയുക. നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത്. പിന്നെ അത്യാവശ്യം അധികം അലക്കാനുണ്ടായിരുന്നു. കാരണം 1 വീക്കിൽ ഞാൻ അലക്കിയിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ അലക്കാനുണ്ടായിരുന്നു. അലക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുളി നിർബന്ധമാണല്ലോ. അപ്പം എണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ ഞാനൊരു എണ്ണ സെറ്റ് ആവുന്ന സമയം കൊണ്ട് മുഖത്തൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ
ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ക്രീമാണ്. അതിനുശേഷം ഞാൻ വീട്ടിൽ നിന്ന് ആ ഒരു പൊടി ആ ഒരു രീതിയിലാക്കി കൊണ്ടുവന്നതാണ്. ഏത് ഫേസ് പാക്കാന്നുള്ളത് ഏത് ഫേസ് പാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ആ മെറിബോയുടെ ഐസ്ക്രീം കണ്ടോ, ആ ഒരു പാക്കേജിലാണ് ഞാൻ ആ ഒരു പൊടി കൊണ്ടുവന്നിട്ടുള്ളത്. ഭയങ്കര എഫക്റ്റീവ് ആട്ടോ. എന്ന് വെച്ചാൽ വെളുത്തിട്ട് പാകുന്നൊന്നുമല്ല, ബട്ട് നമ്മുടെ വെയിൽ കൊണ്ടിട്ടുള്ള ടാനൊക്കെ പെട്ടെന്ന് റിമൂവ് ആവും. അതേപോലെ തന്നെ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലോ നമുക്ക് കിട്ടും. പിന്നെ അരിപ്പൊടിയാണുള്ളത്, റൈസ് പൗഡർ ആയിരുന്നുള്ളത്. പിന്നെ ഇത് ഞാൻ അപ്പിളിൽ നിന്ന് ഇതൊക്കെ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കണ്ടപ്പോൾ മേടിച്ചൊരു സാധനമായിരുന്നു ഉപ്റ്റൻ്റെ ഫേസ് പാക്ക് പൗഡറാണ്. അത് എനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. ഫേസിലിട്ടാൽ ഒരു സോഫ്റ്റ് ആവുന്നല്ലാതെ ഒരു ഗ്ലോയോ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, എൻ്റെ സ്കിന്നിന് കേട്ടോ. എൻ്റെ സ്കിൻ നോർമലാണ്. പലർക്കും പല രീതിയിലാണ് പല ഫേസ് പാക്കിൻ്റെ എഫക്റ്റ് കിട്ടുക. അപ്പം എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണം തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാലും ഇടയ്ക്ക് ഒന്ന് സോഫ്റ്റ് ആവണം എന്ന് തോന്നുമ്പോൾ ഞാനത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന റോസ് വാട്ടറാണ്. സാധാരണ എനിക്ക് തോന്നുന്നു എനിക്കൊന്നും കൂടിയും തൈരാണ് ഒന്നും കൂടി എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നാറ്. അപ്പോൾ ഇപ്പോൾ പുറത്ത് പോയി മേടിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട്, പറ്റാത്ത അവസ്ഥ എന്നല്ല, ഇവിടെ പുറത്ത് തന്നെയാണ്, പക്ഷേ എണ്ണയൊക്കെ തേച്ചിരിക്കുകയാണ്, പിന്നെ അലക്കി വന്നിരിക്കുകയാണ്. ഞാൻ ടൈമിൽ ഞാൻ പുറത്ത് പോയി മേടിക്കാനുള്ള കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള റോസ് വാട്ടർ വെച്ചിട്ട് ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫേസ് പാക്കാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവാണ് തോന്നിയിട്ടുള്ള ഫേസ് പാക്കാണ്. മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് റൈസ് പൗഡറും അതേപോലെ തന്നെ ആ ഒരു പൗഡറും ദെൻ റോസ് വാട്ടറും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. റോസ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിച്ചാൽ 5 മിനിറ്റ്സിനുള്ളിൽ അത് എന്താവും, ഭയങ്കര ഡ്രൈ ആയിട്ട് മാറും. ഇപ്പോൾ കേടൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും 50 മിനിറ്റ്സ് ഒക്കെ എടുക്കും. പക്ഷേ റോസ് വാട്ടർ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് 5 മിനിറ്റ് കൊണ്ട് അത് ഭയങ്കര ഡ്രൈ ആയിട്ട് മാറുന്ന കാണാം. ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടമല്ല, പെട്ടെന്ന് ഡ്രൈ ആവും, പെട്ടെന്ന് അബ്സോർബ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കേടാണെങ്കിൽ വെക്കും. അങ്ങനെ അത് പോയി കണ്ട് കുളിച്ചു. പിന്നെ ഞാൻ വന്നിട്ട് കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. കുറച്ച് നട്സും പിന്നെ ഒരു ബിസ്ക്കറ്റും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് എനിക്ക് ഗിഫ്റ്റ്, എനിക്ക് തന്നെ 2025 ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പം ഇത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ എന്ത് സങ്കടങ്ങളും എന്ത് സന്തോഷങ്ങളുണ്ടെങ്കിലും ആളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതിനെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് വന്ന സമയം 6:30 ആയിട്ടുണ്ട്. ദെൻ ഞാൻ കുറച്ച് പണികളുണ്ട്, അപ്പോൾ കുറച്ച് മുന്തിരി കഴിച്ചിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചു. നാളത്തേക്ക് അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് എഴുതിയിട്ടോ. കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഈ അസൈൻമെൻറ്റ് എഴുതിയ പോലെ ഞങ്ങൾക്ക് അതിന് ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പോൾ അതും കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. അതേപോലെ ഈ ഒരു സബ്ജക്റ്റ് അത്യാവശ്യം ഭയങ്കര ടഫ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി പോർഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു കേട്ടോ. എനിക്കിങ്ങനെ പഠിക്കുമ്പോൾ നോട്ട് എഴുതി പഠിക്കാനാണ് ഇഷ്ടം. എനിക്കിങ്ങനെ PDF നോക്കി പഠിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം നോട്ട് നോക്കി പഠിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നോട്ടൊക്കെ എഴുതിയിട്ട് ക്ലാസ് കണ്ട് നോട്ട് എഴുതിയിട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് നേരം ചിലപ്പോൾ ഞാൻ നോട്ട് എഴുതിൻ്റെ കൂടെ തന്നെ പഠിക്കും. ചിലപ്പോൾ ഞാൻ നോട്ട് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സെൽഫായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ എൻ്റെ ഒരു കംഫർട്ട് അനുസരിച്ചാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ടഫ്നെസ് അനുസരിച്ചിട്ടാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾക്കൊന്ന് ഹോസ്റ്റലിൽ കഞ്ഞിയും പയറുമായിരുന്നു കേട്ടോ. പിന്നെ 4 മണിക്ക് പരിപ്പ് വടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ 4 മണിക്ക് അത് ചായക്ക് കൊടുന്ന് വെച്ചതാണ്, എനിക്ക് കഴിക്കാൻ ഞാൻ മറന്നു പോയി. പിന്നെ രാത്രിയാണ് ഞാൻ പരിപ്പുവട എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ട് കിടന്നുറങ്ങി കേട്ടോ. സ്കിൻ കെയറും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റും ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.